ഹലോ, നമ്മൾ അങ്ങനെ പാർഷ്യലിലെ ലാസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകണം. എന്തായാലും ഈ ഒരു വീഡിയോയോട് കൂടി ആ ഒരു പാർഷ്യൽ എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. എന്തായാലും അതിൻ്റെ അകത്തൊരു 3 പ്രോബ്ലം ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ വിത്ത് 2 വേരിയബിൾ വിത്ത് 1 കൺസ്ട്രെയിൻ, 3 വേരിയബിൾ വിത്ത് 1 കൺസ്ട്രെയിൻ, 3 വേരിയബിൾ വിത്ത് 2 കൺസ്ട്രെയിൻസ് എന്നിങ്ങനെയുള്ള 3 പ്രോബ്ലമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 3 പ്രോബ്ലം വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ നോക്കുക. എന്തായാലും ഇതൊരെണ്ണം ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടുകയും ചെയ്യും. വലിയ പാടാണ് എന്ന് പലരും പറഞ്ഞു കേട്ടു, പക്ഷേ വലിയ പാടായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും, ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകുമെങ്കിലും അത്യാവശ്യം ഒന്ന് ഈ വീഡിയോ മെനക്കെട്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കണക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് XYZ വിലകളെ വിളിക്കുന്ന പേരാണ് സ്റ്റേഷനറി പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആള്. വി ഇൻട്രൊഡ്യൂസ് ആൻ അൺനോൺ നമ്പർ ലാംഡ കോൾഡ് ലഗ്രാഞ്ചിയൻ അൺഡിറ്റർമൈൻഡ് മൾട്ടിപ്ലയർ. ഇത് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ്റെ മിനിമം അല്ലെങ്കിൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു അണ്ടർ എ കൺസ്ട്രെയിൻ, ഒരു കൺസ്ട്രെയിൻ വെച്ച് തരുന്ന സമയത്ത് മിനിമം അല്ലെങ്കിൽ മാക്സിമം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എൻ്റെ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇതെല്ലാം ഞാൻ ആ പ്രോബ്ലത്തിൽ കാണിച്ചു തരാം. ഞാൻ പ്രോബ്ലത്തിലൂടെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും XYZ കണ്ടുപിടിക്കുക, സ്റ്റേഷനറി പോയിന്റ് കണ്ടുപിടിക്കുക, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇതിൽ ആദ്യത്തെ പ്രോബ്ലം നോക്കാം. വേറെ ഒന്നും ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരുപാട് ബോധപ്പെടാവണ്ട. എന്തായാലും ഈ ഒരു പ്രോബ്ലം നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി. ഒരു ടെമ്പറേച്ചർ ഓഫ് എ പോയിന്റ് x, y ഓൺ എ യൂണിറ്റ് സർക്കിൾ ഈസ് ഗിവൺ ബൈ t, xy ഈക്വൽ ടു 1 plus xy. ഫൈൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് 2 ഹോട്ടസ്റ്റ് പോയിന്റ് ഓൺ ദ സർക്കിൾ. സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താ? യൂണിറ്റ് സർക്കിൾ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം x² + y² ഈക്വൽ ടു 1. യൂണിറ്റ് സർക്കിൾ വിത്ത് എന്താണ് സെൻറ്റർ 0, 0 ആക്കിയിട്ടുള്ള ഒരു റേഡിയസ് ഉള്ള സർക്കിൾ. അപ്പോൾ അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫൈൻഡ് ദി ടെമ്പറേച്ചർ ഹോട്ടസ്റ്റ് പോയിന്റ്, ഇതിൻ്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം. അപ്പോൾ പ്രോബ്ലം നമ്പർ 1, തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x, y) ഈക്വൽ ടു 1 plus xy. പ്രോബ്ലം നമ്പർ 1, ഇതുപോലെ 3 പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. f(x, y) ഈക്വൽ ടു 1 plus xy. അതിൻ്റെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് g(x, y) ഈക്വൽ ടു x² + y² ഈക്വൽ ടു 1. ഇത് സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ആ ഒരു കണക്കിൽ മാത്രമേ തരാതുള്ളൂ, ബാക്കി എല്ലാ കണക്കുകളിലും ആ കൺസ്ട്രെയിൻ ഡയറക്റ്റായിട്ട് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണോ അതെടുക്കുക, അതിന് f എന്നും പറഞ്ഞ് ഡിനോട്ട് ചെയ്യുക. കൺസ്ട്രെയിന് g ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതുക. x² + y² - 1 ഈക്വൽ ടു 0. അതായത് f എന്ന് പറയുന്ന തന്നിരിക്കുന്ന ഫംഗ്ഷൻ, g എന്ന് പറയുന്ന കൺസ്ട്രെയിൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, അപ്പം ഇവിടെ നമ്മളൊരു ക്യാപിറ്റൽ F ഡിഫൈൻ ചെയ്യുകയാണ്. എന്താണ് ക്യാപിറ്റൽ F ഡിഫൈൻ ചെയ്യുകയാണ്? ആ ക്യാപിറ്റൽ F എന്ന് പറയുന്നത് f plus lambda g ആണ്. f plus lambda g, ആദ്യത്തെ ഫംഗ്ഷൻ എഫും പ്ലസ് ലാംഡ ജിയും. അപ്പോൾ അത് എഴുതുകയാണെങ്കിൽ എന്ത് വരും? 1 plus xy പ്ലസ് ലാംഡ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? g, x² + y² - 1. അപ്പം അത് എടുത്തെഴുതുക. അപ്പോൾ f plus lambda g ഈക്വൽ ടു 1 plus xy പ്ലസ് ലാംഡ ഇൻറ്റു x² + y² - 1. ഇവിടെ ഈ എഫിൻ്റെ അകത്തുനിന്ന് നമുക്ക് 2 ആൾക്കാരെ, ഈ ∂f/∂x കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ∂f/∂y കണ്ടുപിടിക്കണം. അതായത് കൺസ്ട്രെയിൻ ഉള്ള ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ പ്ലസ് ലാംഡ ഇൻറ്റു ജി ഇതെടുക്കുക. ഇതിനെ ഈ കിട്ടിയിരിക്കുന്ന എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. എന്നിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു 0 ചെയ്യുക. അത് ചെയ്യാൻ പാടൊന്നുമില്ല. ഇതൊക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും കേട്ടോ. ഇതിൻ്റെ അത് മൊത്തം ചെയ്തില്ലെങ്കിലും പകുതി മുക്കാലെങ്കിലും ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് വെക്കുക നിങ്ങൾ. അപ്പോൾ ക്യാപിറ്റൽ F ഈക്വൽ ടു f plus lambda of g എന്ന് എഴുതുക. അതെടുത്ത് എഴുതി എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ എഫിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് 0, xyയിൽ എടുക്കുന്ന സമയത്ത് y കോൺസ്റ്റന്റ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ y പ്ലസ് ലാംഡ ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x, ബാക്കിയുള്ള എല്ലാം 0. അതായത് y പ്ലസ് 2 ലാംഡ എക്സ്. ഇവിടെ ക്യാപിറ്റൽ എഫ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ∂f/∂x ∂f/∂y, അതായത് y പ്ലസ് 2 ലാംഡ എക്സ് എന്ന് കിട്ടും. അതുപോലെ ∂f/∂y ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x പ്ലസ് 2y എന്നും കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പം ∂f/∂x ഈക്വൽ ടു 0, ∂f/∂y ഈക്വൽ ടു 0 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ y പ്ലസ് 2 ലാംഡ എക്സ് ഈക്വൽ ടു 0, x പ്ലസ് 2 ലാംഡ വൈ ഈക്വൽ ടു 0. 0ക്ക് ഇക്വേറ്റ് ചെയ്ത് ഇവിടുന്ന് ലാംഡ കണ്ടുപിടിക്കുക. ലാംഡ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്ത് കിട്ടും? ഈ ഇപ്പുറത്തോട്ട് വരുമ്പോൾ -y ഡിവൈഡഡ് ബൈ 2x. ഇവിടുന്ന് അതുപോലെ ലാംഡ കണ്ടുപിടിച്ചെടുക്കുന്ന സമയത്ത് -x ഡിവൈഡഡ് ബൈ 2y എന്ന് കിട്ടും.
ഒരു പാടുമില്ല പിള്ളേരെ. എഫ് കിട്ടി, അവിടുന്ന് ജിയും തന്നിട്ടുണ്ടായി, അവിടുന്ന് എഫ് പ്ലസ് ലാംഡ ജി എന്ന് എഴുതി വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് ലാംഡ കണ്ടുപിടിച്ചു. അതായത് സിംഗിൾ ഇത് ഒറ്റ കൺസ്ട്രെയിൻ്റ് ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ലാംഡ കിട്ടും. ഈസി ആയിട്ട് ലാംഡ അവിടെ നിന്ന് കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ലാംഡ ഈക്വൽ ടു -y/2x, ലാംഡ ഈക്വൽ ടു -x/2y. അത് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇവിടെ 2 ഇക്വേഷൻസ് നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്. അപ്പം 2 ഇക്വേഷൻസ് കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുസ്തകത്തിലെ ലാംഡയുടെ വിലയൊക്കെ കണ്ടുപിടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിൽ നിന്ന് എക്സും വൈയും കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതായത് ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ എക്സിലും വൈയിലും ഉള്ള ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇത് എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടെ ഞാൻ സോൾവ് ചെയ്തു. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y² ഈക്വൽ ടു x² എന്ന് കിട്ടി. y² ഈക്വൽ ടു x² എന്ന് കിട്ടി. അതായത് ലാംഡയുടെ വിലയൊന്നും കണ്ടുപിടിക്കാൻ നിങ്ങൾ നിൽക്കുകയൊന്നും വേണ്ട കേട്ടോ. പുസ്തകത്തിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതൊന്നും വേണ്ട. അപ്പോൾ y² ഈക്വൽ ടു x² എന്ന് കിട്ടി. അത് നമ്മുടെ കൺസ്ട്രെയിൻ്റെ അകത്ത് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക. x² + y² ഈക്വൽ ടു 1 അല്ലേ കൺസ്ട്രെയിൻ? അതിൻ്റെ അകത്ത് y² ഈക്വൽ ടു x² അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x² ഈക്വൽ ടു 1, x ഈക്വൽ ടു +or -1/√2 എന്ന് കിട്ടി. അതായത് എക്സിൻ്റെ ഒരു വില 1/√2, എക്സിൻ്റെ ഒരു വില -1/√2. എക്സിൻ്റെ വില 1/√2 അതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്ക് എന്ത് കിട്ടും? 1/√2ൻ്റെ സ്ക്വയർ 1/2 + y² ഈക്വൽ ടു 1. അതും സോൾവ് ചെയ്യുമ്പോൾ വൈയുടെ വില 1 +or -1/√2 എന്ന് കിട്ടും. അതായത് എക്സിൻ്റെ വില 1/√2 ആകുന്ന സമയത്ത് വൈക്ക് എത്ര വിലകൾ? 1/√2 ഒരു വിലയാണ്, പിന്നെ ഒരു വില എന്ന് പറയുന്നത് എന്താണ്? -1/√2 ആണെന്ന് കിട്ടി. അതുപോലെ x ഈക്വൽ ടു -1/√2 എൻ്റെ അകത്തിട്ട് സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? വൈയുടെ വില, അതായത് ഇതിൻ്റെ അകത്ത് കൊണ്ട് കൊടുക്കുക, വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. അപ്പോഴേക്കും എന്ത് കിട്ടും? y ഈക്വൽ ടു +or -1/√2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 1/√2 കറസ്പോണ്ടിങ് ആയിട്ട് 2 വിലകൾ, -1/√2 കറസ്പോണ്ടിങ് ആയിട്ടും 2 വിലകൾ. ഇത്രയേ ഉള്ളൂ. ആ എക്സിൻ്റെ വൈയുടെ വില കണ്ടുപിടിച്ചെടുക്കാൻ, ഈ സ്റ്റേഷനറി പോയിന്റ് കണ്ടുപിടിച്ചെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ചോദിച്ചിരിക്കുന്നത് ആ ടെമ്പറേച്ചർ എവിടെയാണ് കൂടുതൽ. ഈ തന്നിരിക്കുന്ന 4 പോയിന്റുകളിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും കൂടുതലും കുറവും ഒക്കെ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പോയിന്റുകൾ എടുത്തിട്ട് ഏതാ f(x, y) എന്ന് പറയുന്നത് ആരാ? നമ്മുടെ ഫംഗ്ഷൻ 1 + xy എന്ന് പറയുന്ന ഈ ഫംഗ്ഷനാണ്. ഇതിൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് 4 പോയിന്റ് നിങ്ങൾ മാറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 2 പോയിന്റുകൾക്ക് ഞാൻ ഈ സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്ന ഈ 2 പോയിന്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും 3/2 വരിക. ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിനൊക്കെ കുറവായിരിക്കും വരിക. അപ്പോൾ f(x, y) = 3/2 at 1/√2, 1/√2 and -1/√2, -1/√2 എന്ന് കിട്ടും. 1 + xy സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ദിസ് ഈസ് ദ മാക്സിമം ടെമ്പറേച്ചർ അറ്റ് ദീസ് പോയിന്റ്സ്. ഇത്രയേ ഉള്ളൂ ലാഗ്രാഞ്ചിൻ്റെ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വേരിയബിൾ വിത്ത് 1 കൺസ്ട്രെയിൻ. വല്ല പാടുകൊണ്ടാ? ക്യാപിറ്റൽ F ഈക്വൽ ടു F + ലാംഡ G, Fx ഈക്വൽ ടു 0, Fy ഈക്വൽ ടു 0 എടുക്കുക. ഈ 2 സോൾവ് ചെയ്ത് എക്സും വൈയും കണ്ടുപിടിക്കുക. അത് ഈ എഫിനകത്ത് കൺസ്ട്രെയിനകത്ത് കൊണ്ടുപോയി കൊടുത്ത് എക്സും വൈയും സോൾവ് ചെയ്തെടുക്കുക. ദാറ്റ്സ് ഓൾ. കഴിഞ്ഞു. അടുത്ത കണക്ക് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. f(x, y, z) ഈക്വൽ ടു x³ y³ + z³. ഓക്കെ, ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ പ്രോബ്ലം 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വേരിയബിൾ വിത്ത് 1 കൺസ്ട്രെയിൻ. ഒറ്റ കൺസ്ട്രെയിൻ, അതായത് ജി എന്ന് പറയുന്ന അല്ലെ 2 കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ജി എച്ച് എന്നങ്ങനെ പറഞ്ഞ് 2 ഫംഗ്ഷനുകൾ വരാം. ഇവിടെ ഒറ്റ കൺസ്ട്രെയിനേ ഉള്ളൂ. അപ്പോൾ എഫ് ഈക്വൽ ടു ഈ ഫംഗ്ഷൻ, ജി ഈക്വൽ ടു ഇത്. ഓക്കെ, ആസ് യൂഷ്വൽ നേരത്തെ പറഞ്ഞ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. എന്താ എടുത്തെഴുതുക? ക്യാപിറ്റൽ F ഈക്വൽ ടു F + ലാംഡ ഓഫ് ജി എടുത്തെഴുതി. x³ + y³ + z³ + ലാംഡ ഇൻറ്റു x² + y² + z² - 1. അവിടെ നിന്ന് എന്തൊക്കെ? Fx, Fy, Fz കണ്ടുപിടിക്കുക. Fx കണ്ടുപിടിക്കുമ്പോൾ 3x², ബാക്കി 0. ഇവിടുന്ന് ലാംഡ ഇൻറ്റു x² ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 λx. സിമിലർലി സെയിം ആയതുകൊണ്ട്, സിമെട്രിക് ആയതുകൊണ്ട് അതേപോലെ തന്നെ ഇവിടെ വരും. അവിടെ നിന്ന് ഞാൻ ഈ ഒരെണ്ണം മാത്രം ഇവിടെ സോൾവ് ചെയ്യുന്ന കാണിച്ചു തന്നിട്ടുണ്ട്. ബാക്കി 2 സെയിം ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ x ഇൻറ്റു 3x + 2 λ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് എക്സിൻ്റെ വില ഒരെണ്ണം 0 എന്നും കിട്ടി, ഒരെണ്ണത്തിൻ്റെ വില ലാംഡ ഈക്വൽ ടു -3/2x എന്നും കിട്ടി. സിമിലർലി ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോഴേക്കും വൈയുടെ വില 0, ലാംഡ ഈക്വൽ ടു -3/2x എന്ന് കിട്ടി. ഇത് സോൾവ് ചെയ്യുമ്പോൾ z ഈക്വൽ ടു 0, ലാംഡ ഈക്വൽ ടു -3/2x എന്ന് കിട്ടി. അപ്പോൾ Fx, Fy, Fz ആ തന്നിരിക്കുന്ന സാധനങ്ങൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x ഈക്വൽ ടു 0, ലാംഡ ഈക്വൽ ടു -3/2x, y ഈക്വൽ ടു 0, ലാംഡ ഈക്വൽ ടു -3/2x. നമ്മൾ ഇത് രണ്ടും രണ്ടാക്കി ചെയ്യാം കേട്ടോ. ഇവിടുന്ന് കിട്ടി എക്സിന്റെ വില 0, വൈന്റെ വില 0, ഇസഡിന്റെ വില 0 എന്ന് കിട്ടി. പിന്നെ ഇവിടെ ലാംഡയും കിട്ടി. അപ്പോൾ രണ്ടും രണ്ടായിട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു കേസ് നോക്കാം. ലാംഡയുടെ വില ഇവിടെ കിട്ടിയത്.
അപ്പോൾ ഞാനവിടെ എന്താണ് ജസ്റ്റ് ലാംഡയുടെ വില ഓരോ ഇക്വേഷൻസ് ആക്കി എഴുതി -3/2 ഓഫ് എക്സ് ഈക്വൽ ടു -3/2 ഓഫ് വൈ ഈക്വൽ ടു -3/2 ഓഫ് ഇസഡ് ഈക്വൽ ടു ലാംഡ എന്ന് എഴുതി. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും എനിക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും കൂടെ വെട്ടിപ്പോയിട്ട് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. 2ഉം 3ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? വൈ ഈക്വൽ ടു ഇസഡ് എന്ന് കിട്ടും. അതായത് മൊത്തത്തിൽ എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ഇസഡ്. അത് ഞാൻ കൺസ്ട്രെയിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന്റെ വില +or-1/√3 എന്ന് കിട്ടി. വൈയുടെ ഇസഡിന്റെ വില സെയിം അല്ലേ? അപ്പൊ +or-1/√3 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 ഒരു 2 സെറ്റ് പോയിന്റ് കിട്ടി നമുക്ക് ഇല്ലേ? അപ്പൊ അതവിടെ കഴിഞ്ഞു. ഇനി അപ്പൊ അടുത്ത കേസിലേക്ക് പോയി പിടിക്കാം. അടുത്ത കേസ് എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ വൈയുടെ ഇസഡിന്റെ വില അതേ കൺസ്ട്രെയിനകത്ത് കൊണ്ട് കൊടുത്തു 0 = 1 x² + y² + z² = 1 0 3 0 ആക്കി കൊടുത്താൽ 0 = 1. ഇത് സാധ്യമാവുമോ? അപ്പൊ ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല അത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? x = y = z = എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് സംഭവിക്കുകയല്ല. ഞാൻ വിചാരിച്ചു എക്സിന്റെ വില മാത്രം 0 ആണെന്ന് എടുത്തു, എന്നിട്ട് ബാക്കിയുള്ളത് എന്താ സംഭവിക്കാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് നോക്കാം. എക്സിന്റെ വില മാത്രം 0 എടുത്തു, ബാക്കി മാത്രം നമ്മൾ ബാക്കിയുള്ളതിനെ കുറിച്ച് പിന്നീട് ചെയ്യാം. എന്തായാലും എക്സിന്റെ വില 0 ആവുമല്ലോ, അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പൊ എന്ത് കിട്ടും? എക്സിന്റെ വില 0 ആണെങ്കിൽ എന്താണ് ഈ കൺസ്ട്രെയിനകത്ത് കൊടുത്ത y² + z² = 1 എന്ന് കിട്ടും. അത് എന്തെങ്കിലും ആവട്ടെ. നമ്മൾ ഇവിടെ എന്താണ് ഇവിടെ എക്സിന്റെ വില 0 ആവുകയാണ്. സോറി, ഇവിടെ നോക്കാം 3y² + λ2y = 0. അപ്പൊ ഇവിടെ വൈയും ഇസഡും 0 ആയാൽ നേരത്തെ കേസ് ആവുകയും തെറ്റും. അതുകൊണ്ട് വൈ ഇസഡും എന്താണ് സപ്പോസ് ലാംഡ 0 അല്ല എന്ന് വിചാരിച്ചു. ഇവിടെ രണ്ടിടത്തും എന്ത് വിചാരിച്ചു? ലാംഡ 0 ആണെങ്കിൽ വൈ ഇസഡ് 0 ആയിപ്പോ. അതുകൊണ്ട് ലാംഡ 0 അല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എന്തെനിക്ക് എഴുതാൻ പറ്റും? ഇത് എവിടുന്നാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനമാണ് ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. 3y² + λ2y. ഈ രണ്ട് കേസുകൾ ഒന്നും കൂടെ വിസ്തരിച്ച് നോക്കാൻ പോണം നമ്മൾ. 3y + 2λ = 0, 3z + 2λ = 0. അവിടുന്ന് ലാംഡ സോൾവ് ചെയ്തെടുക്കുമ്പോൾ 3 - y/2 λ = -3z/2 എന്ന് കിട്ടും. അതായത് എക്സിന്റെ വില 0 ആണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ബാക്കി ഇനി 2 വേരിയബിളിന്റെ കേസ് ആക്കി എടുത്തത്. അപ്പോൾ അത് ഒന്ന് സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും ഇവിടെ നിന്ന് കട്ടായി പോയിട്ട് എന്ത് കിട്ടും? -3/2 y = z എന്ന് കിട്ടും. അത് ഈ കൺസ്ട്രെയിനകത്ത് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത്? y² + y² = 1, 2y² = 1, y = +or-1/2. y = z ആയതുകൊണ്ട് വൈയുടെ ഇസഡിന്റെ വില എന്ത് കിട്ടി? +or-1/√2 എന്ന് കിട്ടി. അതായത് എക്സിന്റെ വില 0 ആകുന്ന സമയത്ത് വൈയുടെ ഇസഡിന്റെ വില സെയിം വൈയുടെ ഇസഡിന്റെ വില നമ്മൾ എക്സിന്റെ വില 0 ആണ്. പിന്നെ ഈ കൺസ്ട്രെയിനും കൂടെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തു വരുമ്പോഴേക്കും വൈയുടെ ഇസഡിന്റെ വില +or-1/√2 എന്ന് കിട്ടി. അതായത് വൈയുടെയും ഇസഡിന്റെയും വില ഞാൻ ഇവിടെ വിചാരിച്ചു വൈയും ഇസഡും 0 ആവുന്നില്ല. ഇവിടെ ഞാൻ ഈ ഒരു കേസിൽ വൈയും ഇസഡും ≠ 0 എന്ന് എടുത്തിട്ടാണ് ഞാൻ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊണ്ടുവന്നത്. വൈയും ഇസഡും 0 ആവുന്നില്ല. ഞാനിത് x = 0 എന്ന് എടുത്തു. x = 0 ആൻഡ് വൈയും ഇസഡും 0 ആവുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു കൊണ്ടുവന്നപ്പോൾ എനിക്ക് എന്ത് കിട്ടി? വൈൻ്റെയും ഇസഡിന്റെയും വില +or-1/√2 എന്ന് കിട്ടി. എക്സിൻ്റെ ഇത് ആദ്യത്തെ കേസിൽ കിട്ടിയ ഉത്തരം കേട്ടോ പിള്ളേരെ. ഞാൻ നേരത്തെ കേസിൽ എടുത്തു. അതായത് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഉത്തരം എന്താ? എക്സിന്റെ വില 0 ആകുന്ന സമയത്ത് വൈ ഇസഡ് 0 ആകുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്തപ്പോഴേക്കും എനിക്ക് എന്ത് കിട്ടി? +or-1/√2 +or-1/√2 എന്ന് പറഞ്ഞ് കിട്ടി. അവിടെ സംഭവം കഴിഞ്ഞു. ഇനി അടുത്ത കേസ് x 0 ആണ് എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാൻ വൈയും കൂടെ 0 ആണെന്ന് വിചാരിച്ചു. ഇസഡ് ≠ 0 എന്ന് എടുത്തു. അപ്പോൾ ഈ കൺസ്ട്രെയിൻ എങ്ങനെ ആവും? z² = 1. y 0 ആയി കഴിഞ്ഞാൽ 0² + z² = 1. ഇസഡിന്റെ വില എന്ത് കിട്ടി? +or-1 എന്ന് കിട്ടി. അപ്പോൾ അടുത്ത പോയിന്റ് കിട്ടി 0 0 +or-1. ഇനി x 0 z 0 y ≠ 0 എന്ന് എടുത്തു. അപ്പോൾ എന്ത് കിട്ടും? y² = 1 y = +or-1. അടുത്ത പോയിന്റ് എക്സിന്റെ വില 0 ഇസഡിന്റെ വില 0 വൈയുടെ വില എന്ത് കിട്ടി? +or-1. അപ്പോൾ ഇത്രയും കേസുകൾ നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കി എഴുതാൻ പറ്റി. അപ്പോൾ +or-1/√3 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 എക്സിന്റെ വില 0 ആകുന്ന സമയത്ത് വൈ ഇസഡ് 0 അല്ല എന്ന് കൺസ്ട്രെയിനകത്ത് കൊടുത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 2 വിലകൾ കൂടെ കിട്ടി. അപ്പോൾ അടുത്ത എന്താണ്? എക്സും വൈയും 0 ആകുന്ന സമയത്ത് ഇസഡിന്റെ വില, എക്സും ഇസഡും 0 ആകുന്ന സമയത്ത് വൈൻ്റെ വില. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്ത് ഇനി അതേപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്താണ് ഇവിടെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത കേസിൽ എന്താ? x = 0 എന്ന് എടുത്തിട്ടല്ലേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവന്ന്. അതേപോലെ y = 0 എന്ന് വിചാരിച്ചാലോ? ഇപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കുക, സാർ ഇവിടെ x = 0 എന്ന് എടുത്തിട്ട് ബാക്കി 2 കേസുകൾ ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് y = 0 എടുത്തിട്ട് ഇതേപോലെ തന്നെ ഇത് y = 0 വെച്ചുകൊണ്ട് ബാക്കി 2 എണ്ണം കൂടെ ചെയ്തുകൂടെ? ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റുകൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നുമില്ല, പെട്ടെന്ന് കിട്ടും. ഇത് തന്നെ ഈ പോയിന്റുകൾ തന്നെ നോക്കി അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. എങ്ങനെ എഴുതാൻ പറ്റും? ഇത് ഇത്രയും കിടക്കും. എന്താണ് ഇവിടെ എക്സിന്റെ വില 0 ആകുന്ന സമയത്ത് വൈയുടെ ഇസഡിന്റെ വില, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇസഡിന്റെ വിലയാണ് 0 ആകുന്നതെന്ന് എടുത്തു. അപ്പോൾ എക്സും വൈയും +or-1/√2.
അപ്പോൾ എന്ത് വരും? +or-1 0 0 0 +or-1. അതായത് ഇവിടെ നോക്കിയാൽ മതി. എന്താ ഇത്? ഞാൻ എക്സിൻ്റെ വില 0 ആകുന്ന സമയത്ത് വൈൻ്റെ വിലയും കൂടെ 0 ആണെന്ന് എടുക്കുമ്പോൾ ഇസഡിൻ്റെ വില +or-1 കിട്ടി. അതുപോലെ എക്സിൻ്റെ വില 0 ആണെന്ന് ആൾറെഡി പറഞ്ഞു വെച്ചു. ഇസഡിൻ്റെ വില 0 ആകുന്ന സമയത്ത് എന്ത് കിട്ടി? വൈൻ്റെ വില +or-1. അതുപോലെ ഞാൻ ഇവിടെ ഇസഡിൻ്റെ വില 0 ആണെന്ന് എടുത്തു. പിന്നെ എന്ത് കൂടെ വിചാരിക്കുക? എക്സിൻ്റെ വില 0, വൈയുടെ വില 0 ആണെന്ന് വെച്ചാൽ എക്സിൻ്റെ വില +or-1. ഇസഡിൻ്റെ വില ഓൾറെഡി 0 ആണ്. അപ്പോൾ എക്സിൻ്റെ വില എന്താവും? എക്സിൻ്റെ വിലയും കൂടെ 0 ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ വൈയുടെ വില +or-1. ഓക്കെ, അതായത് ഇച്ചിരി കുളമായോ എന്തോ അറിയില്ല. എന്തായാലും ഇത് ഒന്നുമില്ല, ഇത്രയെങ്കിലുമൊക്കെ എഴുതി കൊണ്ടുവരാൻ പറ്റിയാൽ തന്നെ വലിയ കാര്യമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ എക്സിൻ്റെ വില ഇവിടുന്ന് ഓൾറെഡി കിട്ടി. അടുത്ത കേസിൽ ഈ x = y = z എന്ന് പറഞ്ഞ് ഒരുമിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രഡിക്ഷൻ വരും. അതുകൊണ്ട് ഞാൻ x = 0 എന്ന് മാത്രം എടുത്തിട്ട് y z 0 ആവുന്നില്ല എന്നാൽ x അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ കിട്ടിയപ്പോൾ കുറച്ച് പോയിന്റുകൾ കിട്ടി. അതേപോലെ ഈ ഒരു പ്രൊസീജിയർ തന്നെ അടുത്ത y = 0 എന്ന് പറയുന്ന കേസിനും കൂടെ ചെയ്തു. അങ്ങനെ കൊണ്ടുവരുന്നതാണ് ഈ ഒരു കണക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം നമ്പർ 3ലേക്ക് പോവാം. പ്രോബ്ലം നമ്പർ 3 എന്ന് പറയുന്നത് എന്താണ്? 3 വേരിയബിൾ വിത്ത് 2 കൺസ്ട്രെയിൻ ആണ്. 3 വേരിയബിൾ വിത്ത് 2 കൺസ്ട്രെയിൻ. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും എഴുതി വെക്കാൻ പറ്റിയ വലിയ കാര്യം. അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ 3 വേരിയബിൾ വിത്ത് 2 കൺസ്ട്രെയിൻ എന്നാകുമ്പോൾ എന്ത് വരും? 2 കൺസ്ട്രെയിൻ ലാംഡായും മ്യൂവും 2 കോൺസ്റ്റന്റ് വരും. f + λg + μh. അപ്പം എഫിൻ്റെ വില എടുത്തെഴുതി, ലാംഡ ഇൻറ്റു ജി കൊടുത്തു, മ്യൂ ഇൻറ്റു എച്ച് എടുത്തെഴുതി. ആസ് യൂഷ്വൽ ഇവിടെ എന്തൊക്കെ വേണ്ടി വരും? fx, fy, fz. നേരത്തെ അവിടെ ചെയ്ത പോലെ fx, fy, fz ക്യാപിറ്റലാണ്. അങ്ങനെ എടുത്തെഴുതി. അതായത് x³ ഡെറിവേറ്റീവ് 3x², 2 λx, മ്യൂ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അതായത് ഇവിടെ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3 എടുത്തെഴുതി. എനിക്ക് ഇവിടെ 2 കോൺസ്റ്റൻ്റാണ് കിടക്കുന്നത്. ഈ 2 കോൺസ്റ്റൻ്റ് കിടന്നു കഴിഞ്ഞാൽ ഒരു സുഖവും ഇല്ല ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ മ്യൂ + മ്യൂ ഇവിടെ കിടപ്പുണ്ട്. ഈ മ്യൂ ഒരെണ്ണം കട്ട് ചെയ്ത് കളയണം. അതിന് എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ നമ്പർ 1ഉം 2, ഈ 1ഉം 2ഉം കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഇത് എവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ? എന്തുവാണ്? 3y² - 3x² + 2 λ × y - x എന്ന് കിട്ടി. അതായത് ഞാൻ സിമ്പിളായിട്ട് ഇത് 1ഉം 2ഉം കൂടെ സബ്ട്രാക്ട് ചെയ്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യും. y² - x² y + x × y - x എന്ന് എഴുതാമേ. y + x × y - x. ഇവിടെയും y - x ഉണ്ട്. അത് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 3 × y + x + 2 λ = 0. അപ്പോൾ ഇവിടെ y = s എന്ന് പറയുന്ന ഒരു കേസ് കിട്ടി. പിന്നെ ഈ ഒരു കേസും കിട്ടി. രണ്ട് a b = 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം a = 0 ഓർ b = 0 എന്നുള്ളതാണ്. ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് 2 കാര്യങ്ങൾ, y = x അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനം. അപ്പോൾ y = x എന്ന് പറഞ്ഞ കാര്യം നമ്മൾ അപ്പോൾ എന്ത് ചെയ്യും? ആ ഫസ്റ്റ് കൺസ്ട്രെയിനകത്ത് കൊണ്ട് x + y + z = 0 എന്ന് പറയുന്ന കൺസ്ട്രെയിൻ, അതായത് ഈ കൺസ്ട്രെയിനകത്ത് കൊടുക്കുന്നു. അപ്പോൾ y + z കൊടുക്കുന്ന സമയത്ത് y = x എന്ന് കൊടുക്കും, 2x + z, z ൻ്റെ വില -2x എന്ന് കിട്ടി. ഇതെടുത്തിട്ട് അടുത്ത രണ്ടാമത്തെ കൺസ്ട്രെയിൻ, ആദ്യ ഒരു കൺസ്ട്രെയിൻ ഉണ്ടല്ലോ x² + y² + z² = 1, അതിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? x² + അതായത് y = x ആയതുകൊണ്ട് x² + z ന് വരും -2x² 4x² എന്ന് കിട്ടി. അപ്പോൾ മൊത്തം എത്ര x²? 6x² = 1. അതായത് x = +or-1/√6. x = y ആയതുകൊണ്ട് എക്സിൻ്റെ വില തന്നെ വൈക്കും വരും, +or-1/√6. z = -2x ആണ്. അപ്പോൾ -2 × x +or-1/√6. ഇത് മൈനസ് ഇൻറ്റു +or-, ഇപ്പോൾ 2/√6 ഇതാ കിട്ടി. +or-1/√6 +or-1/√6 +or-2/√6. സെറ്റല്ലേ? കിട്ടിയില്ലേ ആൻസർ? അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് 1ൽ നിന്ന് 2 കുറഞ്ഞപ്പോഴല്ലേ ഇങ്ങനെ കിട്ടിയത്? അതുപോലെ നേരത്തെ കേസിൽ നമ്മൾ 1ഉം 2ഉം 3 എല്ലാം സോൾവ് ചെയ്യണ്ടേ? അത് 2ഉം 3ഉം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1ഉം 2ഉം കൂടെ ചെയ്തപ്പോൾ x = y എന്ന് കിട്ടി. 2ഉം 3ഉം കൂടെ ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ സിമിലർലി ഇട്ടാൽ മതി. 2ഉം 3ഉം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? y = z വരും. 1ഉം 3ഉം കൂടെ ചെയ്താലോ? 1ഉം 3ഉം കൂടെ ചെയ്താലോ? ഇതേപോലെ ഈ ഇക്വേഷൻ ഇതുപോലെ സോൾവ് ചെയ്തെടുത്താലോ? x = z എന്നും കിട്ടും. അതായത് 2 കേസുകളും കൂടെ കിട്ടും. നമുക്ക് ആദ്യം x = y എന്ന് കിട്ടിയ പോലെ y = z എന്ന് y = z ഉം x = z എന്ന് പറയുന്ന 2 കേസുകളിലൂടെ വരും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ y = x വരുന്ന കേസിൽ ഇത് പോയിന്റ് z വ്യത്യാസം വന്നു. അപ്പോൾ ഇനി ഞാൻ x = z എന്ന് പറഞ്ഞാലോ +or-1/√6 +or-2/√6 +or-1/√6. അതുപോലെ y = z ആകുന്ന കേസിൽ വ്യത്യാസം വരുന്ന എക്സിന് +or-2/√6 +or-1/√6 +or-1/√6. ഇതൊക്കെയാണ് അപ്പോൾ സ്റ്റേഷനറി പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ആ x = z, y = z, ആ x എന്താണ് ആ 3 കേസുകൾ പുസ്തകത്തിൽ ഒരിത്തിരി വ്യത്യാസമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇച്ചിരി മാറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എളുപ്പത്തിലാണ് ഇത് പറഞ്ഞു കൊണ്ടുപോയിരിക്കുന്നത്. നോക്കുക. അപ്പോൾ അടുത്ത കേസ്, അപ്പോൾ ഒരു കേസ് കൂടി ഇവിടെ കിടപ്പില്ലേ? 3y + 3x + 2 λ = 0. നമ്മളതെടുത്ത്
3 ഇൻറ്റു വൈ പ്ലസ് എക്സ് പ്ലസ് 2 ലാംഡ ഈക്വൽ ടു 0 ആ ഒരു കേസ് എടുത്ത്. അതുപോലെ അത് 1ഉം 2ഉം കൂടെ സബ്ട്രാക്ട് ചെയ്തപ്പോഴാണ്. അതുപോലെ 2ഉം 3ഉം കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ 1ഉം 3ഉം കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ ഇങ്ങനെ 3 കേസുകൾ ഇവിടെ വരും. എന്നിട്ട് ഞാനിത് എന്ത് ചെയ്തു, ഇത് 3ഉം കൂടെ എടുത്ത് ആഡ് ചെയ്തു. അത് 3 ഞാൻ അവിടെ എഴുതിയിട്ടില്ല, ഇത് 3ഉം കൂടെ എടുത്ത് ആഡ് ചെയ്തു. ഇത് 3ഉം കൂടെ എടുത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 6 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് പ്ലസ് 6 ലാംഡ ഈക്വൽ ടു 0 എന്ന് കിട്ടി. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം, 0 ആണെന്നറിയാം. കൺസ്ട്രെയിൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 6 ഇൻറ്റു 0 പ്ലസ് 6 ലാംഡ ഈക്വൽ ടു 0, ലാംഡ ഈക്വൽ ടു 0. ലാംഡ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. പിന്നെ നമ്മൾ ആ കേസിനെ കുറിച്ച് പിടിച്ച് പിന്നെ കൂടുതലൊന്നും ചെയ്യാൻ പോകണ്ട. അപ്പോൾ നമുക്ക് ആകെ എത്ര സ്റ്റേഷനറി പോയിന്റുകളാണ് ഉള്ളത് ഇവിടെ? ഈ ഒരു ക്വസ്റ്റിന് സ്റ്റേഷനറി പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാക്സിമം മിനിമം ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് സ്റ്റേഷനറി പോയിന്റുകൾ മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത്രയും ചെയ്താൽ മതി. പിന്നെ പ്ലസ് ഓർ മൈനസ് 1/√6, പ്ലസ് ഓർ മൈനസ് 2/√6, പ്ലസ് ഓർ മൈനസ് 1/√6. അത്യാവശ്യമെങ്കിലും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഗ്രാഞ്ച് മൾട്ടിപ്ലറുമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇൻ കേസ് പരീക്ഷയ്ക്ക് അവർ ചോദിക്കുകയാണ് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ മാക്സിമം ഏതാണോ മിനിമം ആണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മളിതെല്ലാം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് 2, 3 കിട്ടി. ഇപ്പോൾ ഈ പോയിന്റിൽ ഇത് ഫംഗ്ഷൻ മാക്സിമം ആണോ മിനിമം ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ എഫ് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ FX സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇല്ലേ, സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇല്ലേ, ആ ടെസ്റ്റ് യൂസ് ചെയ്താൽ മതി. ഈ ക്യാപിറ്റൽ എഫിൻ്റെ അകത്ത് അത് FX, FY അത് അങ്ങോട്ടും നോക്കിയാൽ മതി. അത് മാക്സിമം ആണോ മിനിമം ആണോ പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ അത്യാവശ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.